ഗായത്രി വിശാലത്തിനോട് പോലും ഒന്നും പറയാതെ പോകുന്നു ആ തറവാട്ടിലുള്ളവർക്കെല്ലാം അതിശയം ജനിപ്പിക്കുന്ന ഒന്നായിരുന്നു. അവിടെയുള്ള എല്ലാവർക്കും അറിയാം ഗായത്രിക്ക് അമ്മ എന്ന് പറഞ്ഞാൽ ജീവനാണെന്ന്. പക്ഷേ സ്വാർത്ഥ തലയിൽ കയറിയപ്പോൾ അവൾ സ്വന്തം അമ്മയെപ്പോലും മറന്നുപോയി എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യമായി വിശാലത്തിന്റെ കണ്ണുകൾ കുറ്റബോധത്താൽ നിറഞ്ഞു. അവർക്ക് ആരെയും തലയുയർത്തി നോക്കാനുള്ള ധൈര്യമില്ലായിരുന്നു. തറവാടിന്റെ ഒരു മൂലയുള്ള ഒരു മുറിയിൽ അവരാർക്കും ശല്യമാവാതെ കഴിച്ചുകൂട്ടി. പിറ്റേന്ന് രാവിലെ കാശി ഉണരുന്നു മൊബൈൽ ഫോണിലൂടെ അറിയുന്ന അതികഠിനമായ വേദന ഉളവാക്കുന്ന വാർത്തയിലൂടെയായിരുന്നു. ആരൊക്കെയോ ചേർന്ന് കൂട്ടബലാത്സംഗത്തിനിരയായി ഗായത്രി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇതറിഞ്ഞ വിശാലം ഒരു ഭ്രാന്തിയായി മാറി. അവർക്കത് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. ഒരു നിമിഷം വിശാലത്തിന്റെ വാക്കുകൾ കേൾക്കാതെ കാശി ഗായത്രി തിരിച്ചു വിളിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലെന്ന് പോലും കാശി ആ സമയം ചിന്തിക്കാതിരുന്നില്ല. എത്ര ദുഷ്ടിയായിരുന്നെങ്കിലും അവൾ തന്റെ കുഞ്ഞനുജത്തിയായിരുന്നു എന്നുള്ളത് കാശിയിൽ വല്ലാത്ത നോവുണർത്തി. പിന്നീട് എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ സംസ്കാര ചടങ്ങുകളെല്ലാം തീർത്തു. മനോനില തെറ്റിയ വിശാലത്തെ പിന്നീട് മാനസികാരോഗ്യ കേന്ദ്രത്തിലാക്കിയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. മാണിക്യമംഗലത്തെ പെൺകുട്ടിയാണവൾ. അതുകൊണ്ട് തന്നെ കാശി അൺഓഫീഷ്യലായിട്ട് ഗായത്രിയുടെ കേസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അവളെ തൊട്ടുകളിച്ച 5 പേരെയും അവൻ ഈ ഭൂമിയിൽ തന്നെ വെച്ചില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവൾ അനുഭവിച്ച വേദന എത്രയാണോ അതെല്ലാം 5 പേർക്ക് നൽകിയാണ് കാശി അവരെ പരലോകത്തേക്ക് അയച്ചത്. സത്യത്തിൽ അപ്പോഴാണ് കാശിക്ക് ഒരു മനസ്സമാധാനം കിട്ടിയതെന്ന് വേണമെങ്കിൽ പറയാം. ദിവസങ്ങളും മാസങ്ങളും ആർക്കു വേണ്ടിയും കാത്തിൽക്കാതെ പോയി മറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ ഗൗരിയാമ്മവും ഡിഗ്രി ഫൈനൽ ഇയർ എക്സാം എഴുതാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഒരു ദിവസം ഋഷി കാശിയെ കാണാൻ വേണ്ടി മാണിക്യമംഗലം തറവാട്ടിലേക്ക് എത്തിച്ചേർന്നു. അവൻ ഫോൺ ചെയ്തുകൊണ്ടായിരുന്നു അകത്തേക്ക് കയറിയത്. പെട്ടെന്നാണ് അവൻ ആരെയോ ചെന്ന് ഇടിച്ചത്. നിനക്കാത്ത ഇടിയായതിനാൽ രണ്ടുപേരും കൂട്ടിമുട്ടി നിലത്തേക്ക് വീണു. അവളുടെ ചുണ്ടുകൾ അവന്റെ ചുണ്ടിൽ അറിയാതെ തന്നെ പതിഞ്ഞുപോയി. ഋഷിയുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ അറിയാതെ തന്നെ അവന്റെ കയ്യിൽ നിന്ന് നിലത്തേക്ക് പതിയെ വീണുപോയി. ഒരു നിമിഷം ഋഷി കണ്ണു തുറന്ന് അവൾ നോക്കിയതും അവളുടെ കണ്ണുകൾ അവനെ തന്നെ നോക്കി കാണുകയായിരുന്നു. കാർത്തു, ഋഷിയേട്ടൻ. കാത്തു ഋഷിയിൽ നിന്ന് എങ്ങനെയൊക്കെയോ പിടഞ്ഞു മാറി വേഗം അകത്തേക്ക് തന്നെ ഓടിപ്പോയി. ഋഷി കാർത്തുപോയ വഴിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ ഫോൺ കൈക്കലാക്കി എഴുന്നേറ്റ് നിന്നു. അവൻ പതിയെ അവന്റെ ചുണ്ടുകളിലൊന്ന് കൈവിരലുകളാൽ തലോടി. ഋഷി താൻ കാർത്തുവിനെ ആദ്യമായി കണ്ടതു മുതൽ ഇന്നുവരെയുള്ള സംഭവങ്ങളെല്ലാം അവന്റെ മനസ്സിലൂടെ മിന്നിമാഞ്ഞു. കാശി പോലും അറിയാതെ തന്നിൽ മാത്രം ഒതുങ്ങിക്കൂടിയ രഹസ്യം കാർത്തിക. ഒരുപക്ഷെ ഇനി വെച്ച് നീട്ടിക്കൊണ്ടുപോകാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. കാശിയോടെല്ലാം തുറന്നു പറയാൻ ഋഷിയും ആഗ്രഹിച്ചു. അവൻ സത്യത്തിൽ വന്ന് മറ്റൊരു കാര്യത്തിനു വേണ്ടിയായിരുന്നു. പക്ഷെ ഇപ്പോൾ തോന്നുന്നു കാർത്തികയുടെ കാര്യം കാശിയോട് തുറന്ന് പറയണമെന്ന്. കാശി താഴോട്ട് വന്നപ്പോൾ ഋഷി അവനെ കണ്ട വല്ലാതെ പരിഭ്രമിച്ചു. എന്താണ് ഋഷി, വല്ലാതെ നിനക്കുന്ന സുഖല്ലേ? അത് പിന്നെ കാശി, എനിക്ക് നിന്നോട് കാര്യം പറയാനുണ്ടായിരുന്നു. എന്താടാ? കാശിയുടെ മുഖം പെട്ടെന്ന് ഗൗരവത്തിലായി. അത് പിന്നെ തന്റെ നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പേണങ്ങളെ അവൻ കൈകൊണ്ട് തുടച്ചുകൊണ്ട് ആഞ്ഞു ശ്വാസം വലിച്ചുവിട്ട് ഋഷി കണ്ണുകൾ അടച്ചുകൊണ്ട് കാശിയോടായി പറഞ്ഞു. എടാ കാശി, എനിക്ക് നിന്റെ അനിയത്തി കാർത്തുവിനെ കല്യാണം കഴിച്ചു തരുമോ? എനിക്ക് അവളെ ഇഷ്ടമാണ്. ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാടാ. അത്രയും പറഞ്ഞിട്ടും കാശിയിൽ നിന്നൊരു മറുപടിയിൽ നിന്ന് കണ്ടതും ഋഷി പതിയെ കണ്ണുകൾ തുറന്ന് നോക്കി. കാശിയുടെ മുഖം അപ്പോഴും ഗൗരവത്തിൽ തന്നെ ആയിരുന്നു. എന്തുകൊണ്ടോ താൻ പറഞ്ഞ തെറ്റായിപ്പോയി എന്ന് ഋഷിക്ക് തോന്നി. അവൻ മറുപടിയൊന്നും പറയാതെ തിരിഞ്ഞടക്കാൻ തുടങ്ങിയതും. അല്ല, അപ്പൊ നീ എന്റെ പെങ്ങളെ കിട്ടുന്നില്ലടാ? ഒരു നിമിഷം തന്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഋഷിക്ക്. അവൻ ഉടനടി തിരിഞ്ഞുകൊണ്ട് അത്ഭുതത്തോടെ കാശിയെ നോക്കി. അത്ര നേരം ഗൗരവത്തിലായിരുന്ന കാശിയുടെ മുഖം പുഞ്ചിരിയാൽ വിടരുന്ന് ഋഷി ഒരു കൗതുകത്തോടെ നോക്കി നിന്നു. തന്റെ ഇരുകൈകൾ നീട്ടി കാശി ഋഷിയെ വിളിച്ചു. വാടവിടെ. കേൾക്കേണ്ട താമസം ഋഷി വന്ന് കാശിയെ കെട്ടിപ്പുണർന്നു. താങ്ക് യുടാ, താങ്ക് യു സോ മച്ച്. നിനക്കല്ലാതെ എൻ്റെ പെങ്ങളെ വേറെ ആർക്കാടാ ഞാൻ കെട്ടിച്ചു കൊടുക്കുക? നീ എൻ്റെ തങ്കപ്പനല്ലേടാ. കാശി അങ്ങനെ പറഞ്ഞു ഋഷി നാണത്താൽ മുഖം കുനിച്ചു. അയ്യേ, ഇതെന്ത് എക്സ്പ്രഷനാടാ? കാശി അവനെ കളിയാക്കി. ഒരു ചുമരിനപ്പുറം നിന്ന് കാർത്തിക ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞൊഴുകി. കാശി തന്നെയാണ് ഋഷിക്ക് കാർത്തുവിനെ വിവാഹം കഴിക്കാൻ താല്പര്യമുള്ള കാര്യം തറവാട്ടിലെല്ലാവരെയും അറിയിച്ചത്. ഋഷിക്ക് കാർത്തുവിനെ കൊടുക്കാൻ തറവാട്ടിലുള്ള ആർക്കും എതിർപ്പില്ലായിരുന്നു. അവരെല്ലാവരും ഒരുപോലെ സമ്മതം അറിയിച്ചു. പിന്നീട് അവിടെ ഒരു ആഘോഷം തന്നെയായിരുന്നു. ആദ്യം പുറത്തേക്ക് ഫോൺ ചെയ്തുകൊണ്ട് വരുമ്പോഴാണ് ശ്രീദേവി ടീച്ചർ അകത്തേക്ക് കയറി വരുന്നത്. രണ്ടുപേരും പരസ്പരം കണ്ടിട്ടില്ലായിരുന്നു. ആദ്യം അറിയാതെ ശ്രീദേവിയും തട്ടിപ്പോയി. സോറി. രണ്ടുപേരും അപ്പോഴാണ് പരസ്പരം കാണുന്നത്. അന്നത്തെ ആ സംഭവത്തിന് ശേഷം ശ്രീദേവി ടീച്ചർ പലപ്പോഴും തറവാട്ടിൽ വന്നിരുന്നു. പക്ഷെ അന്നൊന്നും ആദ്യം പിന്നീട് അവൾ കണ്ടിരുന്നില്ല. സത്യത്തിൽ എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ് ആദ്യം പിന്നീട് ശ്രീദേവി കാണുന്നത് തന്നെ. ആദിയുടെ അവസ്ഥയെ അതുതന്നെയായിരുന്നു. അന്ന് തന്നെ മുറിയിൽ നിന്ന് ഓടിപ്പോയ പെൺകുട്ടി. പെട്ടെന്ന് തന്നെ അവനവളെ മനസ്സിലാവുകയും ചെയ്തു. രണ്ടുപേരും പരസ്പരം ഒന്ന് പുഞ്ചിരിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിന്നു. എന്നിട്ട് പതിയെ ഇരുവരും വരുത്തി തീർത്ത പുഞ്ചിരിയോടെ അകത്തേക്കും പുറത്തേക്കുമായി പോയി. ശ്രീദേവി വന്നു കഴിഞ്ഞാൽ ആദിയുടെ മകൾക്ക് എപ്പോഴും ശ്രീദേവി മാത്രം മതിയായിരുന്നു.
ശ്രീദേവിക്കും അങ്ങനെ തന്നെയാണ്. തറവാട്ടിലുള്ള എല്ലാവർക്കും ശ്രീദേവി വളരെയധികം ഇഷ്ടമാണ്. അവർക്കെല്ലാവർക്കും ആദിക്ക് ഇനിയൊരു ജീവിതം ഉണ്ടാവാൻ വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. അവനാണല്ലോ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ജീവിക്കുന്നത്. പിന്നീട് മുത്തശ്ശി തന്നെ മുൻകൈയെടുത്തുകൊണ്ട് കാശിയോടും അജുവിനോടും ആരവിനോടായി പറഞ്ഞു. ആദിയെ പറഞ്ഞു മനസ്സിലാക്കാനും ശ്രീദേവിയെ കൊണ്ട് അവനെ വിവാഹം കഴിപ്പിക്കുവാനും. അവർക്ക് നല്ലതാണ് തോന്നി. കാരണം വളർന്നു വരുന്ന പെൺകുഞ്ഞാണ് ആദിക്കുള്ളത്. അപ്പോൾ ഇനിയുള്ള കാലം ആ പെൺകുട്ടിക്ക് ഒരു അമ്മയെയും എൻ്റെ ആദ്യേട്ടന് ഒരു ഭാര്യയും കിട്ടുമല്ലോ എന്ന് അവർ ചിന്തിച്ച്. നിങ്ങളിത് എന്തൊക്കെയാണ് പറയുന്നത്? ഒന്ന് കെട്ടിയ തന്നെ എനിക്ക് മതിയായി. ഇനിയും മറ്റൊരു വിവാഹം ഇല്ല, അതൊരിക്കലും നടക്കില്ല. അത് മാത്രമല്ല, ശ്രീദേവിയിൽ എനിക്കൊരു കുഞ്ഞുണ്ടായ പിന്നീട് അവൾക്ക് എൻ്റെ മോളെ സ്നേഹിക്കാൻ സാധിക്കുമോ? ഇല്ലടാ, ഇപ്പോഴത്തെ കാലമാണ്. ആദിക്ക് വളരെ സ്നേഹമായിരിക്കും. പക്ഷെ അവനവൻ്റെ സ്വന്തം ചോരയിലൊരു കുഞ്ഞുണ്ടായ കാണാം രണ്ടാനമ്മയുടെ തനി സ്വരൂപം പുറത്തു വരുന്നത്. നീ പറഞ്ഞ് ശരിയാ, എൻ്റെ മോൾക്കൊരു അമ്മയുടെ ആവശ്യം വളരെ കൂടുതലായി വന്നുകൊണ്ടിരിക്കേണ്ട സമയമാണ് ഇപ്പോൾ ഒന്ന്. പക്ഷേ അതോർത്ത് ആദി സാറ് ഭയപ്പെടേണ്ട. പുറകിൽ നിന്ന് കേട്ട സ്ത്രീ ശബ്ദത്തിലേക്ക് നാലുപേരും തിരിഞ്ഞു നോക്കി. ഗൗരവത്തോടെ തൻ്റെ മുമ്പിൽ കയ്യും കെട്ടിൽക്കുന്ന ശ്രീദേവി കണ്ടതും അവർ നാലുപേരും അന്താളിച്ചു പോയി. കാരണം ഒരിക്കലും ശ്രീദേവി അവരാരും അവിടെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ക്ഷമിക്കണം, ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ വേണ്ടി ഒളിഞ്ഞൊന്നല്ല. മുത്തശ്ശി വിളിച്ചിട്ടാണ് ഞാനിപ്പോൾ വന്നത്. സത്യത്തിൽ ഇവിടെ വന്നപ്പോഴാണ് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായത്. എനിക്കിപ്പോൾ 31 വയസ്സായി. ഇതിനിടയിൽ അനുഭവിക്കാത്തതായിട്ടൊന്നുമില്ല. സത്യത്തിൽ ആദി സാറിൻ്റെ മകളെ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. കാരണം എനിക്കൊരിക്കലും ഒരു അമ്മയാവാൻ സാധിക്കില്ല. അത് പറയുമ്പോൾ ശ്രീദേവിയുടെ കണ്ടമിടറിയിരുന്നു. ആദ്യ ഭർത്താവിൻ്റെ സമ്മാനം ഗർഭിണിയായിരുന്ന സമയത്ത് എൻ്റെ വയറിൽ ആഞ്ഞ് ചവിട്ടി. അതോടുകൂടി എനിക്ക് അമ്മയാവാനുള്ള സ്വപ്നം ദൈവം എന്നേക്കുമായി കവർന്നെടുത്തു. അത് പറയുമ്പോൾ ശ്രീദേവിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് ഒഴുകി ഇറങ്ങി. ഈ സമയം അറിയാതെ തന്നെ കാശി ഗൗരിയെ ഓർത്തുപോയി. അമ്മയായത് അറിയാതെ പോയ തൻ്റെ പെണ്ണ്. അവൻ്റെ മനസ്സിൽ അറിയാതെ ഒരു നോവുണർന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ, എനിക്ക് ആകെയുള്ളൊരു അച്ഛൻ മാത്രമായിരുന്നു. 2 മാസങ്ങൾക്ക് മുന്നേ അദ്ദേഹം മരിച്ചു. പിന്നീട് ഞാൻ തനിച്ചായപ്പോൾ തന്നെ എൻ്റെ വാതിൽ മുട്ട രാത്രി അനേകം പേരുണ്ടായിരുന്നു. സത്യത്തിൽ ഞാനൊന്ന് ഉറങ്ങിയിട്ട് തന്നെ മാസങ്ങളായി. പിന്നീട് സ്വന്തം വീട് കൂട്ടി ഇപ്പോൾ വിമൻസ് ഹോസ്റ്റലിൽ നിൽക്കുന്നു. ശ്രീദേവിക്ക് തന്നോട് തന്നെ പുച്ഛം തോന്നി. സാറിൻ്റെ മകൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാനൊരിക്കലും സാറിൻ്റെ മകളെ തള്ളിക്കളയുകയൊന്നും ചെയ്യില്ല. കാരണം ഒരമ്മയാവാൻ സാധിച്ചില്ലെങ്കിലും ആ പെൺകുട്ടിയുടെ അമ്മയാവാൻ സാധിക്കുമെങ്കിൽ അത് താങ്കൾ എനിക്ക് ചെയ്തിരുന്ന വലിയൊരു പുണ്യപ്രവൃത്തിയായിരിക്കും. പിന്നെ താങ്കളുടെ ആദ്യ ഭാര്യയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞിരുന്നു. സാർ ഒരു കാര്യം മനസ്സിലാക്കണം, ലോകത്തുള്ള എല്ലാ പെൺകുട്ടികളും അവരെ പോലെയല്ല. അതെപ്പോഴും മനസ്സിലാക്കുന്നത് നല്ലതാണ്. അത്രയും പറഞ്ഞ തന്നെ നിറകണങ്ങൾ തുടച്ചുകൊണ്ട് ശ്രീദേവി ടീച്ചർ നടന്നകന്നു. 4 പേരും അറിയാതെ തന്നെ ബഹുമാനപൂർവ്വം ആ പോയ പെൺകുട്ടിയെ നോക്കി നിന്ന് പോയി. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. ആദിക്ക് ശ്രീദേവിയുടെ ക്യാരക്ടർ വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവൻ മുത്തശ്ശിയോട് തനിക്ക് വിവാഹത്തിന് സമ്മതമാണെന്ന് അറിയിച്ചു. അപ്പോൾ തന്നെ 2 വിവാഹങ്ങൾ ഒന്നിച്ച് നടത്താമെന്ന് തറവാട്ടിലുള്ളവർ തീരുമാനിച്ചു. ഇന്നാണ് മഞ്ഞൾ കല്യാണം. ശ്രീദേവി ആദ്യം മടിച്ചുവെങ്കിലും തറവാട്ടിലുള്ളവരുടെ നിർബന്ധപ്രകാരം ശ്രീദേവിയും കാർത്തുവും മഞ്ഞ കളറിലുള്ള മനോഹരമായ ലഹങ്കകൾ അണിഞ്ഞ് സുന്ദരികളായി അവർക്ക് വേണ്ടി കെട്ടിയൊരുക്കിയ സ്റ്റേജിൽ വന്നിരുന്നു. പെൺകുട്ടികളും വീട്ടിലുള്ള എല്ലാവരും മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് അതിമനോഹരമായി അണിഞ്ഞൊരുങ്ങി. പുരുഷന്മാരെല്ലാവരും മഞ്ഞ കൂർത്തയും വെള്ള പൈജാമയുമാണ് ധരിച്ചിരുന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളും സൗന്ദര്യത്തിൽ ഒന്നിനൊന്നും മെച്ചമായി തന്നെ നിന്നു. തറവാട്ടിലുള്ളവർ ഓരോരുത്തരായി തന്നെ കാർത്തികയ്ക്കും ശ്രീദേവിക്കും ഇരുകവിളിലും മഞ്ഞൾ തേച്ച് കൊടുത്തു. അതുപോലെ തന്നെ ആൺകുട്ടികൾക്ക് ചെയ്യാൻ അവർ മറന്നില്ല. പിന്നീട് അവിടെ ഒരു ആഘോഷം തന്നെയായിരുന്നു. പാട്ടും മേളവുമായി മാണിക്യമംഗലത്തുള്ള എല്ലാവരും നിറഞ്ഞാടി. ഗൗരി മതിമറ നൃത്തം ചെയ്യുമ്പോഴാണ് കാശി വന്ന് അവിടെ കയ്യിൽ പിടിച്ച് ഇരുട്ടത്തേക്ക് മാറ്റി നിർത്തിയത്. ശോ, എന്ത് കഷ്ട കാശിയേട്ടാ, മാറി, എനിക്ക് പോകണം. അവരെല്ലാവരും അവിടെ ഡാൻസ് കളിച്ച് തിമിർക്കുകയാണ്. എനിക്കും പോകണം. അവൾ തൻ്റെ ചുണ്ടുകൾ കൂർപ്പിച്ചുകൊണ്ട് പരിഭവത്തോടെ കാശിയോടായി പറഞ്ഞു. നിൽക്കുവണേ, ഞാൻ നിന്നെ ഒന്ന് കണ്ടോട്ടെ. സത്യത്തിൽ വിവാഹർപ്പിച്ചതിന് ശേഷം നിന്നെ ഒന്നും എനിക്ക് ശരിക്കും കാണാൻ കൂടി സാധിക്കുന്നില്ല കേട്ടോ. അത് പറയുമ്പോൾ അവൻ്റെ വശ്യതയാർന്ന കണ്ണുകൾ അവളുടെ ശരീരമായി കൊത്തി വലിക്കുന്നുണ്ടായിരുന്നു. കാശിയേട്ടാ. അവൻ്റെ നോട്ടത്തെ എതിരിടാനുള്ള കേൾപ്പ് ഗൗരിക്കില്ലായിരുന്നു. അവൾ അറിയാതെ തന്നെ തൻ്റെ മുഖം നാണത്താൽ കുനിച്ചുപോയി. പെട്ടെന്നാണ് തൻ്റെ വയറിലെന്തോ തണുപ്പടിക്കുന്ന പോലെ ഗൗരിക്ക് തോന്നിയത്. അവൾ പതിയെ താഴോട്ട് നോക്കാൻ ശ്രമിച്ചതും കണ്ടു. കാശിയുടെ വലത് കയ്യിലുണ്ടായിരുന്ന മഞ്ഞൾ അവൻ തൻ്റെ അണിവയറിൽ തേക്കുന്നു. കാശി അപ്പോഴും അവളുടെ മുഖത്തിൽ നിന്ന് തന്നെ നോട്ടം മാറ്റിയിട്ടില്ലായിരുന്നു. ഗൗരിക്ക് തൻ്റെ ശരീരം വിറക്കുന്ന പോലെ തോന്നി. മറ്റെന്തൊക്കെയോ വികാരം അവളിൽ വരുന്ന പോലെ. ഗൗരി അറിയാതെ തന്നെ കണ്ണുകൾ അടച്ചുകൊണ്ട് ചുമരിലേക്ക് ചാരിപ്പോയി. കാശിയുടെ കൈവിരലുകളുണ്ടായിരുന്ന മഞ്ഞൾ അവൻ അവിടെ നാഭിച്ചുഴിയിൽ നിറക്കുന്നു അവളൊരു വിറയലോട് അറിഞ്ഞു. അവളിൽ നിന്ന് ഉയർന്നു വന്ന ശീൽക്കാര ശബ്ദം അവനെ ആകെ മത്തു പിടിപ്പിച്ചു. അവൻ്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് അവൻ ചേർത്തു വെച്ചു. അവൻ്റെ കവിളിലുണ്ടായിരുന്ന മഞ്ഞൾ മുഴുവൻ അവൻ അവളുടെ കഴുത്തിലേക്കായി മുഖമുരസിക്കൊണ്ട് തേച്ചു കൊടുത്തു. അണിവയറിൽ നിന്ന് അവൻ്റെ കൈകളിഴഞ്ഞ് അവളുടെ മാറിലായി പിടുത്തമിട്ടതും ഗൗരി ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് കണ്ണുകൾ തുറന്ന് അവൻ്റെ വലത് കൈയിലായി കയറി പിടിച്ചു. കാശിയേട്ടാ, വേണ്ട, ഈ നമ്മുടെ ബെഡ്റൂമല്ല, ആരെങ്കിലും കണ്ട. അവൾ 2 സൈഡിലേക്ക് മാറി മാറി നോക്കിക്കൊണ്ട് അവനോടായി പറഞ്ഞു.
പക്ഷെ അതൊന്നും അവൻ കേൾക്കുന്ന കൂടി ഇല്ലായിരുന്നു. അവളുടെ ഇടുപ്പിലൂടെ തൻ്റെ കൈകൾ ചേർത്തുകൊണ്ട് അവളെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ച് അവളുടെ ചെഞ്ചുണ്ടുകളെ അവൻ കവർന്നെടുത്തു. ചുംബനത്തിൻ്റെ ആലസ്യത്തിൽ അറിയാതെ തന്നെ ഗൗരിയുടെ കൈകൾ അവൻ്റെ മുടിഴകളിലായി കോർത്തു പിടിച്ച് അത് കാശിയിൽ 10 മടങ്ങ് ആവേശമാണ് ചെലുത്തിയത്. അവൻ അവളെ തന്നിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ച് അവളുടെ ഇരു അധരങ്ങളും മാറി മാറി നുണഞ്ഞു. പിന്നീട് ഇരുവരും തളർന്നതിന് ശേഷമാണ് സ്വയം മാറിയത്. ശ്വാസം വില്ലനായിട്ട് പോലും പരസ്പരം പിരിയാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല. കാശി പതിയെ ഗൗരിയെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഗൗരി, അങ്ങോട്ട് പോവാം, അവിടെ എല്ലാവരും നമ്മൾ അന്വേഷിക്കും. അയ്യോ! അപ്പോഴാണ് ഗൗരിക്ക് സത്യത്തിൽ ബോധം വന്നു. അവൾ കാശിയെ പിടിച്ചു തള്ളി തറവാടിൻ്റെ മുൻഭാഗത്തേക്കായി ഓടി. ഡീ പോടെ കാശി! അതും പറഞ്ഞാൽ അവനെ നോക്കി കൊഞ്ഞനും കുത്തി ഓടി മറഞ്ഞു. നിന്നെ ഞാൻ എടുത്തോളാടി മിസ്സിസ് ഗൗരി കാശിനാഥൻ. ചിരിച്ചുകൊണ്ട് തൻ്റെ മീശ ഒന്ന് പിരിച്ചു വെച്ച് ഗൗരിയോടായി കാശി പറഞ്ഞു. ഓ വരവ് വെച്ചിരിക്കുന്ന കാശിനാഥ. ഓടുന്നതിനിടയിൽ ചിരിച്ചുകൊണ്ട് ഗൗരി പറയുന്നുണ്ടായിരുന്നു. കൊല്ലുവാണല്ലോടി നീ. തൻ്റെ നെഞ്ചിൽ തട്ടിക്കൊണ്ട് കാശി അവൾ ഓടുന്നത് നോക്കി അങ്ങനെ നിന്നു. കാർത്തുവിൻ്റെയും ആദിയുടെയും വിവാഹം ആർഭാടപൂർവ്വം നടത്തണമെന്നായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ ഗായത്രി മരിച്ചിട്ട് 1 വർഷം തികയാത്തതുകൊണ്ട് തന്നെ ചുരുക്കി അവരുടെ തറവാട് ക്ഷേത്രത്തിൽ വെച്ച് ചെറിയൊരു താലികെട്ടായി ഒതുക്കി. ആദിക്കും കാർത്തുവിനും അത് തന്നെയായിരുന്നു താല്പര്യവും. രാത്രി പുറത്തെ ബാൽക്കണിയിൽ നിന്ന് രാത്രിയുടെ മനോഹാരിത നോക്കിക്കാണുകയായിരുന്നു ഗൗരി. പെട്ടെന്നാണ് തണുപ്പുള്ള 2 ബലിഷ്ഠമായ കൈകൾ അവളുടെ വയറിന് ഇറുകെ പുണർന്ന്. തൻ്റെ പ്രാണനാണ് പിറകിൽ നിൽക്കുന്ന അറിഞ്ഞതുകൊണ്ടായിരിക്കാം അവൾ കാശിയുടെ ഇടനെഞ്ചിലേക്ക് തൻ്റെ തല ചായച്ചു വെച്ചത്. കാശിയേട്ടാ. ഗൗരി പുറത്തെ ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ട് അവനെ വിളിച്ചു. എന്താ ഗൗരിക്കുട്ടിയെ പതിവില്ലാത്തൊരു മൗനം? ഒന്നുമില്ല, ഈ രാത്രിയുടെ മനോഹാരിത ഇങ്ങനെ നിന്ന് കാണാനും ഒരു ഭംഗിയുണ്ടല്ലേ. എന്താ മോളെ ഗൗരി കാശിനാഥൻ, പതിവില്ലാതെ സാഹിത്യമൊക്കെ വരുന്നുണ്ടല്ലോ. അവൻ അവിടെ നാഭിച്ചുള്ളിൽ വിരലുകൾ അമർത്തിക്കൊണ്ട് അവളോട് ചോദിച്ചു. വീട് കാശിയേട്ടാ എന്തീ കാണിക്കുന്നത്? അവളൊന്ന് പുളഞ്ഞുകൊണ്ട് അവന് നേർക്കുന്നോണ്ട് ചോദിച്ചു. ഓ പിന്നെ ഞാൻ കാണാത്തൊന്നല്ലല്ലോ ഇവിടെ. മനുഷ്യൻ പച്ചക്കറിയായിട്ട് കുറച്ച് ദിവസമായി. ഇവിടെ വാടി. അതും പറഞ്ഞ് അവളുടെ ഇടുപ്പിലൂടെ കൈകൾ ചേർത്ത് അവൻ അവളെ തന്നിലേക്ക് കൂടുതൽ ചേർത്ത് നിർത്തി. കാശി പതിയെ തൻ്റെ കൈവിരലുകൾ കൊണ്ട് ഗൗരിയുടെ കവിളിൽ തലോടിക്കൊണ്ട് അവളോടായി ചോദിച്ചു. എന്തോ ഉണ്ടല്ലോ എൻ്റെ ഗൗരിയുടെ മനസ്സിൽ, പറ എന്താ കാര്യം? അത് പിന്നെ കാശിയേട്ടാ. പോരട്ടെ, പറഞ്ഞോ. അത് പിന്നെ നമുക്ക് എപ്പോഴാണ് കുഞ്ഞുവാവുണ്ടാവുക? പെട്ടെന്ന് അങ്ങനെ അവൾ ചോദിച്ചത് അതുവരെ അവളുടെ അണിവരിൽ വെച്ചിരുന്ന അവൻ്റെ കൈയൊന്ന് വിറച്ചു പോയി. എന്താ ഇപ്പം നീ ഇങ്ങനെ ചോദിക്കാൻ കാരണം? അതൊന്നുമില്ല, ഇന്ന് അജുവേട്ടൻ്റെ ഫ്രണ്ട് കല്യാണത്തിന് വരാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് വന്നില്ലായിരുന്നു തറവാട്ടിൽ. ആ ചേച്ചിയുടെ കയ്യിലെ കുഞ്ഞുവാവനെ കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം. ഓഹ് അതാണോ? കാശി അറിയാതെ ആഞ്ഞു ശ്വാസം വലിച്ചു വിട്ടുപോയി. അതിന് നമ്മളിങ്ങനെ രണ്ടിടത്ത് നിന്നാൽ കുഞ്ഞുവാവ് ഉണ്ടാവില്ല, അതിന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതും പറഞ്ഞ് അവൻ അവൾ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ച് പതിയെ അവൻ്റെ കണ്ണുകളിൽ വശ്യത നിറയുന്നു. അവളുടെ ചുണ്ടിലേക്ക് അവൻ്റെ ചുണ്ടുകൾ അടുക്കുന്നു. അവൾ ഒരു അനുഭൂതിയോടെ തിരിച്ചറിഞ്ഞു. പെട്ടെന്നാണ് കാശിയുടെ മൊബൈൽ ഫോൺ റിങ് ചെയ്ത്. ആ മൂടങ്ങ് പോയി. ഏത് കാലിനാണ് ഈ നേരത്ത്? ചേട്ടാ ഇപ്പോൾ വരാം മോളെ, മോളിവിടെ തന്നെ കേട്ടോ. അവളുടെ കവിളിൽ പതിയെ തട്ടി അതും പറഞ്ഞ് ഗൗരിയുടെ നേർക്ക് നോക്കി കണ്ണിറുക്കിക്കൊണ്ട് കാശി ഫോൺ എടുക്കാൻ വേണ്ടി അകത്തേക്ക് കയറിപ്പോയി. അവൻ പോയത് കണ്ടത് ഗൗരിയുടെ കൈകൾ പതിയെ അവളുടെ വയറിനെ തലോടി. അറിയാം കാശിയേട്ടാ, എനിക്കൊരു കുഞ്ഞുവാവിയുടെ ഉണ്ടായിരുന്നു എന്നുള്ള സത്യം. ആ സന്തോഷ വാർത്ത പറയാൻ വേണ്ടി ഞാൻ കാത്തിരുന്നതാ. അവളൊരു നിമിഷം അന്നത്തെ ദിവസത്തിലെ ഓർമ്മയിലേക്ക് ഊളിയിട്ടു. അന്ന് സത്യത്തിൽ ശരീരത്തിനാകെ ഒരു ക്ഷീണമായിരുന്നു. ഭക്ഷണത്തിനോടെല്ലാം ഒരു വിരക്തി. സത്യത്തിൽ താൻ ഏറെ ആഗ്രഹിച്ച ഒന്നായിരുന്നു കുഞ്ഞ്. അത് പലപ്പോഴായി താൻ കാശിയേട്ടനോട് പറഞ്ഞിട്ടുമുണ്ട്. തൻ്റെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ കണ്ടപ്പോൾ ഒരു കുഞ്ഞിൻ്റെ വരവാണോ എന്ന് സംശയം തോന്നിയിട്ടാണ് പ്രഗ്നൻസി കിറ്റ് വാങ്ങി ടെസ്റ്റ് ചെയ്ത് അതിലെ 2 ചുവന്ന വരകൾ കണ്ടതും ഈ ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു. പക്ഷേ ദീപക് എന്ന രാക്ഷസൻ കാരണം ആ സന്തോഷം എനിക്ക് എൻ്റെ കാശിയേട്ടനോട് പറയാനും അത് സ്വയം അനുഭവിക്കാനും കഴിഞ്ഞില്ല. ഇനിയൊരു പക്ഷേ എൻ്റെ കാശിയേട്ടൻ ആ സത്യം അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയണ്ട. കാരണം ആ തീരാവേദനയൊന്നും ഗൗരിയിൽ മാത്രം നിൽക്കട്ടെ. അവൾ പതിയെ തിരിഞ്ഞ ആകാശത്തെ നക്ഷത്രങ്ങൾ നോക്കി. എൻ്റെ പൊന്നു കുഞ്ഞ്, ഈ അമ്മയോട് പൊറുക്ക്. നിന്നെ സംരക്ഷിക്കാൻ എനിക്ക് സാധിച്ചില്ല. പിറക്കു മുന്നേ തന്നിൽ നിന്ന് വേർപെട്ടുപോയ കൺമണിയെ ഓർത്ത് അവളുടെ കണ്ണുകളിൽ നിന്ന് 2 തുള്ളി കണ്ണുനീർ താഴേക്ക് വീണു. ഈ സമയം ആകാശത്തുള്ളൊരു നക്ഷത്രം അവളെ നോക്കി കണ്ണു ചിമ്മിയോ. ഹലോ കാശിയർ സർ, ഞാൻ കോൺസ്റ്റബിൾ രാമകൃഷ്ണനാണ്. എന്താ രാമകൃഷ്ണ ഈ രാത്രിയിൽ? അത് പിന്നെ സാർ, മെൻ്റൽ ആശുപത്രിയിൽ നിന്ന് ന്യൂസ് ഉണ്ടായിരുന്നു. സാന്ദ്ര മേഡം. സാന്ദ്ര മേഡം? അവൻ തൻ്റെ കണ്ണുകൾ കുറിക്കൊണ്ട് അയാളോടായി ചോദിച്ചു. സാന്ദ്ര മരിച്ചു എന്ന്. ഏറെ നാളായി ക്യാൻസറിനുള്ള ചികിത്സയിലായിരുന്നല്ലോ. ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോഴാണ് അറിഞ്ഞതെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ്. ഇന്ന് 1/2 മണിക്കൂർ മുന്നേ മരണപ്പെട്ട്.
താനെന്തായാലും അവിടെ ബോഡി ഇട്ടുള്ള ഫോർമാലിറ്റീസ് ചെയ്യണം. ഞാനെന്തായാലും നാളെ ഇവിടുത്തെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേഷനിലേക്ക് വരാം. ഓക്കെ ശരി സാർ. അതും പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്തു. ഒരു നിമിഷം കാശി സാന്ദ്രയുമായിട്ടുള്ള തൻ്റെ സൗഹൃദത്തിൻ്റെ നിമിഷങ്ങൾ ഓർത്തെടുത്തു. പിന്നീട് അവിടെ സൗഹൃദം മാറി പ്രണയവും വൈരാഗ്യവും വന്നതും അവൻ തൻ്റെ തലയൊന്ന് കുടഞ്ഞു. അത് ഓർക്കാൻ തന്നെ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. കാശി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഗൗരി അകത്തേക്ക് വരുന്നത്. അവൾ വേഗം അകത്തേക്ക് കയറി ബാൽക്കണി ഡോർ ചേർത്ത് അടച്ചു. കാശിക്ക് സാന്ദ്രയുടെ മരണവിവരം ഗൗരിയോട് പറയാൻ തോന്നിയില്ല. അത് വേണ്ടെന്ന് അവൻ വെച്ചു. എന്താ കാശിയുടെ മുഖക്ക് വല്ലാണ്ടിരിക്കുന്നത്? ഗൗരി ചെറിയൊരു പരിഭ്രമത്തോടെ കാശിയോട് ചോദിച്ചു. ഏയ് ഒന്നുമില്ലടോ, തനിക്ക് തോന്നാ. അല്ല അത് വിട്ടെ, എന്താ ഇനി ഉദ്ദേശം? കിടക്കാൻ പോവല്ലേ? അതെല്ലാം കിടക്കാൻ പോവന്നെയാ. അത് പറഞ്ഞ് ഗൗരി ബെഡിലേക്ക് കയറി കിടന്നു. അയ്യടി മോളെ, നിന്നെ ഞാൻ ഇപ്പോൾ ഉറക്കാം. അതും പറഞ്ഞ് അവൻ അവളുടെ മേലേക്ക് അധിക ഭാരം കൊടുക്കാതെ കിടന്നു. ഗൗരി എന്തോ പറയാമെന്നോ അതിനെ വിഫലമാക്കിക്കൊണ്ട് കാശി അവളുടെ ചുണ്ടുകളെ കവർന്നു. ഒരു മഴ എങ്ങനെയാണോ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്നത് അതുപോലെ കാശി ഗൗരിയിലേക്ക് ആഴ്ന്നിറങ്ങി. എത്രയോ പ്രാവശ്യം അവരുടെ ശരീരങ്ങൾ ആ രാത്രിയിൽ ഒന്നായി വിയർത്ത് കുളിച്ച്. ഏതോ ഒരു യാമത്തിൽ ആകാശത്തുണ്ടായിരുന്ന ആ നക്ഷത്രം അവിടെ നിന്നും മിന്നിമാഞ്ഞു എന്നേക്കുമായി. ഈ സമയം കാശിയും ഗൗരി അറിഞ്ഞില്ല അവരുടെ ഇടയിലേക്ക് മറ്റൊരാൾ എത്താനുള്ള ദിനമായിരുന്നു അത് എന്ന്. ഇന്നാണ് വിവാഹ ദിവസം. അതിൻ്റെ എല്ലാം തിരക്കിലേക്ക് ഊളിയിട്ടിരിക്കുകയാണ് മാണിക്യമംഗലം തറവാട്ടിലുള്ള പുരുഷകേസരികളെല്ലാവരും. വിവാഹത്തോടനുബന്ധിച്ച് എല്ലാവരും നല്ലവണ്ണം അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ കാശിയും ഗൗരിയും തന്നെയാണ്. അവരായിരുന്നു ആ കൂട്ടത്തിലെ മിന്നും താരങ്ങൾ. മുഹൂർത്തമായിരുന്ന പൂജാരി പറഞ്ഞു. മുത്തശ്ശി ആദിയോടും ഋഷിയോടും തങ്ങളുടെ പാതികളെ കഴുത്തിൽ താലി ചാർത്താനായി പറഞ്ഞു. ദേവി മഹാമായയുടെ മുന്നിൽ വെച്ച് അവരിരുവരും തങ്ങളുടെ പാതിയാക്കി എന്നേക്കുമായി തങ്ങളുടേതാക്കി മാറ്റി. കാർത്തുവിന് ഋഷിക്കും പറയാതെ പോയ അവരുടെ പ്രണയം പൂത്തുലഞ്ഞുള്ള സന്തോഷമാണെങ്കിൽ ശ്രീദേവിക്ക് തൻ്റെ ഉടഞ്ഞുപോയ ദാമ്പത്യം വീണ്ടും വളരെ മനോഹരമായി തന്നെ ഉയർന്നു വന്നതിലുള്ള സന്തോഷമായിരുന്നു. ഒപ്പം ഒരു കുഞ്ഞുമോളെ തനിക്ക് ദൈവം തന്നയിലും. ശ്രീദേവിയുടെ കണ്ണിൽ നിന്ന് ഉതിർന്നു വീണ കണ്ണുനീരിനെ ആദ്യം തൻ്റെ കൈകൾ കൊണ്ട് തുടച്ചു മാറ്റി. പെട്ടെന്ന് ശ്രീദേവി ആകെ ഒന്ന് അന്താളിച്ചു പോയി. അവൾ പകപ്പോടെ ആദ്യം നോക്കുമ്പോൾ അവൻ്റെ കുറുമ്പ് നിറഞ്ഞ മുഖത്തേക്ക് അവൾ അറിയാതെ തന്നെ നോക്കി നിന്നുപോയി. എന്തിനാണോ കരയുന്നത്? ഞാൻ തന്നെ എൻ്റെ പൂർണ്ണ മനസ്സോടെ തന്നെ സ്വീകരിച്ചിരിക്കുന്നു. ഇനി മുതൽ നമ്മളൊന്നാ. അവൻ പതിയെ അവളുടെ ചെവിയിൽ സ്വകാര്യമായി പറഞ്ഞു. അത്രയും മതിയായിരുന്നു ആ പെണ്ണിന്. ആദ്യം തൻ്റെ വലത് കൈയെടുത്ത് അവളുടെ ഷോട്ടിലേക്ക് വെച്ച് അവളെ തന്നിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു. അവിടെ തുടങ്ങിയാണ് ആദിയുടെയും ശ്രീദേവിയുടെയും പ്രണയം. ഇതെല്ലാം കണ്ടുകൊണ്ട് മറ്റു കുടുംബാംഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു. കാരണം ആദി എന്ന് അവർക്ക് തീരാ നോവായിരുന്നു. അതിനുള്ള പരിഹാരമാണ് ഇന്ന് അവർക്ക് ലഭിച്ചത്. വിവാഹം കഴിഞ്ഞ് ഋഷിയുടെ ഫ്ലാറ്റിലേക്ക് പോകുമ്പോൾ കാർത്തുവിനാകെ സങ്കടമായിരുന്നു. കാരണം താൻ ഇത്രയും നാളും കളിച്ചു വളർന്ന തൻ്റെ വീട് ഇന്ന് തനിക്ക് അന്യമായിരിക്കുന്നു. ഒരു നിമിഷം കാർത്തു തിരിഞ്ഞ് തൻ്റെ തറവാടിനെയും സഹോദരന്മാരെയും അമ്മമാരെയും അച്ഛന്മാരെയും നോക്കി. ഇത് കണ്ട് ആദ്യം കാശിയും അജുവും ആരവും മറ്റു സഹോദരങ്ങളും വന്ന് കാർത്തുവിനെ ഇറുകെ കെട്ടിപ്പുണർന്നു. നീ ഇപ്പോൾ പോകുന്നേന്നുള്ളൂ, പക്ഷെ വൈകാതെ തന്നെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നോടി. ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട് നിന്നോട് ഗുസ്തി പിടിക്കാൻ. ആരോ കുറുമ്പോടെ കാർത്തുവിനോടായി പറഞ്ഞു. പോയേട്ടാ. അവൾക്ക് ഒരേ സമയം കുറുമ്പും കരച്ചിലും വരുന്നുണ്ടായിരുന്നു. ഋഷി പൊന്നുപോലെ നോക്കണമെന്ന് പറയില്ല, കാരണം ഇവളുടെ സ്വഭാവം എന്താണ് എനിക്ക് നല്ലോണം അറിയാം. എങ്കിലും എന്തെങ്കിലും തെറ്റവിടെ ഭാഗത്തുണ്ടായി ക്ഷമിച്ചേക്കണേടാ പൊട്ടിപ്പെണ്ണ. അത് പറയുമ്പോൾ സങ്കടത്താൽ കാശിയുടെ കണ്ടമിടറിയിരുന്നു. ഏയ് എന്താടാ ഇത്, എനിക്കറിയില്ലേ നിന്നെയും കാത്തുവിനെയല്ല. അതും പറഞ്ഞ് ഋഷി കാശി ഒന്ന് കെട്ടിപ്പുണർന്നു. കാശി പതിയെ കാർത്തുവിനെ കാറിലേക്ക് കയറ്റിയിരുത്തി. പിന്നീട് കാർത്തുവിൻ്റെ കാർ തങ്ങളുടെ മുന്നിൽ കൂടി അകന്നു പോകുന്നു വേദന ഉളവാക്കുന്ന കാഴ്ചയാണെങ്കിലും പുഞ്ചിരി വരുത്തി അവളെ സന്തോഷപൂർവ്വം യാത്രയാക്കി തറവാട്ടിലുള്ള ഓരോരുത്തരും. മുത്തശ്ശി നിലവിളക്ക് നൽകി ശ്രീദേവി ടീച്ചർ ആ വീട്ടിലെ മരുമകളായി സ്വീകരിച്ചു. ശ്രീദേവി കയറിയ പുറകെ എല്ലാവരും കയറാൻ പോയിരുന്നു. അയ്യോ സാറ് പോലെ പോലെ. ഫോട്ടോഗ്രാഫർ ധൃതിയിൽ ഓടി വന്ന് അവരോട് എല്ലാവരുമായി പറഞ്ഞു. ഇനി എന്താടോ? കാശി ചിരിച്ചുകൊണ്ട് ഫോട്ടോഗ്രാഫറോട് ചോദിച്ചു. അത് പിന്നെ സാർ ഒരു ഫാമിലി ഫോട്ടോ പ്ലീസ്. എന്താ ചേട്ടാ, ഒരു ഫാമിലി ഫോട്ടോ ആയാലോ? ഓക്കേടാ. ആദ്യം ശ്രീദേവി നോക്കിക്കൊണ്ട് കാശിയോട് പറഞ്ഞു. എന്നാൽ എല്ലാവരും വായോ. കാശി അജു എല്ലാവരും തറവാടിന് മുമ്പിലാക്കി തറവാട് കാണുന്നിടത്തിൽ നിൽക്കാൻ വേണ്ടി പറഞ്ഞു. നടുക്കായിട്ട് മുത്തശ്ശിയും മുത്തശ്ശിയുടെ അപ്പുറവും ഇപ്പുറവുമായി മുത്തശ്ശിയുടെ മക്കളും മരുമക്കളും. അതിന് പുറകിലായി കൊച്ചുമക്കളായ കാശി, ആരവ്, ആദി, അജു. ബാക്കിയുള്ള കൊച്ചുമക്കളും അവരുടെ ഭാര്യമാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുമായി പുഞ്ചിരിച്ചുകൊണ്ട് നിന്നു. ഈ സമയം ആരും അമ്മുവിൻ്റെ ചെവിലെന്തോ സ്വകാര്യം പറഞ്ഞു. ഇത് കേട്ട അമ്മു അറിയാതെ നാണത്താൽ പൂത്തുലഞ്ഞുപോയി. എടാ മതിയടാ ആരവേ, ആദ്യം നീ അങ്ങോട്ട് നോക്ക്, പിന്നീട് അവർ റൊമാൻസ്. കാശി ആരവിനെ നോക്കിക്കൊണ്ട് കുസൃതി ചിരിയാലെ പറഞ്ഞു. അതിനാരോ കാശിയെ നോക്കി നന്നായിട്ടൊന്ന് വിളിച്ചു. കാശി എല്ലാവരെയും നോക്കി. എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കുകയാണ്. അവൻ പതിയെ തൻ്റെ കൈവിരലുകൾ ഗൗരിയുടെ നഗ്നമായ ഇടുപ്പിലൂടെ പതിയൊന്ന് ഇഴച്ച്. ഗൗരി പൊള്ളിപ്പടഞ്ഞോട് കാശിയെ നോക്കി കണ്ണുരുട്ടി. ഒട്ടങ്ങി നിൽക്ക് കാശിയേട്ടാ. ഗൗരി പതിയെ സ്വകാര്യമായി കാശിയോട് പറഞ്ഞു.
എന്നാൽ ഞാൻ പറഞ്ഞ തരൂ എനിക്ക്. ഇപ്പോഴോ? ഗൗരി കണ്ണുരുട്ടിക്കൊണ്ടാണ് അവനോട് ചോദിച്ചത്. ഇപ്പോഴല്ല, രാത്രി. തന്നിരിക്കും. ഈ കാശാണ് എന്ത് ചോദിച്ചാലും ഗൗരി തന്നിരിക്കും. കാരണം ഗൗരി ഒരു ആകാംക്ഷയോടെ ഗൗരിയുടെ മുഖത്തേക്ക് നോക്കി നിന്നു അവിടെ മറുപടിക്കായി. കാരണം കാശിയിലാണ് ഈ ഗൗരിയുടെ പ്രാണൻ. കാശിയുടെ കണ്ണുകളൊന്ന് വിടുന്നു. അവൻ തന്നെ നുണക്കുഴിയിൽ കാണിച്ചുകൊണ്ട് ഗൗരിയെ നോക്കി മനോഹരമായി ചിരിച്ചുകൊണ്ട് അവളെ ചുംബിക്കാൻ ഒരുങ്ങിയതും. സാറേ ഇവിടെ! പെട്ടെന്നാണ് ഫോട്ടോഗ്രാഫർ പരിഭ്രമത്തോടെ കാശിയെ വിളിച്ച്. കാശിയും സത്യത്തിലും ഞെട്ടിപ്പോയി. അവന് നിമിഷം ഗൗരി എന്ന മായാജാലത്തിൽ കുടുങ്ങിപ്പോയിരുന്നു. എന്താ സാറേ? അയാൾ ചിരിച്ചുകൊണ്ട് കാശി നോക്കി കളിയാക്കി. അതിനെ നോക്കി വലിച്ചു ചിരിച്ചുകൊണ്ട് ഗൗരിയെ തന്നിലേക്ക് ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. ഗൗരിക്കും അറിയാതെ തന്നെ ചിരി വരുന്നുണ്ടായിരുന്നു. ആ ചാമ്പിക്കോ. ഓക്കെ, എല്ലാവരോടും നോക്കിയേ. റെഡി, സ്മൈൽ പ്ലീസ്. ക്ലിക്ക്. പെർഫെക്റ്റ്. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.